സദ്യകളിൽ എന്നെ ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരു ഇല കൊണ്ട് എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നിറത്തോടു കൂടെയുള്ള എന്നെ കുടിച്ച കാരണം ഒരാൾക്ക് പേര് വീണു. എങ്കിൽ ഞാനാർ? പായസം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 39-ാം വാക്യം, ഉൽപ്പത്തി 25-ാം അധ്യായം 30-ാം വാക്യം. 4 അക്ഷരമുള്ള ഒരു പലഹാരം. അവസാന 2 അക്ഷരം കേരളത്തിലെ ഒരു മധുര പലഹാരം. ആദ്യത്തെ 2 അക്ഷരം ഒരു പഴവർഗം. 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന വ്യക്തിക്ക് കൊടുത്ത ഭക്ഷ്യവസ്തുക്കളിൽ ഒന്ന്. എന്താണത്? അത്തിയട. 1 ശമൂവേൽ 30-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ സൗത്ത് ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു പ്രഭാത ഭക്ഷണമാണ്. ഞാൻ പുളിപ്പുള്ളതും പുളിപ്പില്ലാത്തതും എണ്ണയോടുകൂടിയും ഉണ്ട്. യാഗങ്ങളിലാണ് എന്നെ പ്രധാനമായും കാണുന്നത്. എങ്കിൽ ഞാനാർ? ദോശ. പുറപ്പാട് 12-ാം അധ്യായം 39-ാം വാക്യം, ലേവ്യാപുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം, ലേവ്യാപുസ്തകം 8-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ കേരളീയ പ്രഭാത ഭക്ഷണമാണ്. എൻ്റെ പേരിനോട് ചേർന്ന് വിവിധ തരം പലഹാരങ്ങളും ഉണ്ട്. ഒരു പ്രവാചകന് മനുഷ്യനല്ലാത്ത ഒന്ന് എന്നെ കൊടുത്തു. എങ്കിൽ ഞാനാർ? അപ്പം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 6-ാം വാക്യം. ആമസോണിൽ ഓർഡർ ചെയ്യാനാവില്ല, മാർക്കറ്റിൽ കിട്ടാനില്ല, ഓഫർ ഇല്ലെങ്കിലും എല്ലാവർക്കും ഫ്രീ. രാത്രിയിൽ ബുക്കിംഗ് ഒന്നുമില്ല, പക്ഷേ രാവിലെ ഡെലിവറി റെഡി. ഒരു കാലത്ത് ഒരു കൂട്ടരുടെ ഭക്ഷണം. എന്താണത്? മന്ന. പുറപ്പാട് 16-ാം അധ്യായം. പഴമായി കുലയിൽ, പാനമായി ഗ്ലാസ്സിൽ, പലഹാരമായി പ്ലേറ്റിൽ. പ്രണയത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ ശക്തീകരിക്കുവാൻ എന്നെ ആവശ്യപ്പെട്ടു. എങ്കിൽ ഞാനാർ? മുന്തിരിയട. ഉത്തമഗീതം 2-ാം അധ്യായം 5-ാം വാക്യം. മാവിൽ നിന്ന് തുടങ്ങി ദൈവസന്നിധിയിലെത്തി. ഇന്ന് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കൂട്ടുകാരനായി വരാറുമുണ്ട്. എന്താണത്? വട. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യം. കുറച്ച് മാവും കുറച്ച് എണ്ണയും കൊണ്ട് ദുരിതകാലത്തും തയ്യാറാക്കിയ ഒരു ഭക്ഷണം. ഒരു പ്രവാചകൻ ആദ്യം ചോദിച്ചു. മറ്റൊരു സ്ഥലത്ത് ജനങ്ങൾ അതിനെ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചു. അത് എന്ത് പലഹാരം? അട. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 13-ാം വാക്യം, യിരെമ്യാവ് 44-ാം അധ്യായം 19-ാം വാക്യം.